ഹലോ. അപ്പോൾ ഞാനിതൊരു കടയിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈഷുവിന് എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എക്സാം ബോർഡ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വർഷവും അവൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ, എക്സാം ബോർഡൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ക്ലാസ്സിൽ ഇങ്ങനെ ചെന്നപ്പം എല്ലാ പിള്ളേർക്കും എക്സാം ബോർഡുണ്ട്, ബുക്ക് മാത്രം എക്സാം ബോർഡില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഈ വർഷം എന്തായാലും എക്സാം ബോർഡ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ എക്സാമിൻ്റെ തലേന്ന് ഞാൻ എക്സാം ബോർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അവിടെ ഉണ്ട്, പക്ഷേ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമായിരുന്നു. അപ്പോൾ അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പടമൊക്കെ ഉള്ളതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ വേറൊരു കടയിൽ പോയി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കടയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ഉണ്ടായിരുന്നു സാധനം. അപ്പോൾ കുറേ പ്രിൻറ്റേഴ്സ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നി കേട്ടോ. സ്പൈഡർമാൻ്റെ പടമുള്ള ഒരു സാധനമാണ് ഞാൻ വാങ്ങിച്ചത്, ഒരു ബോർഡാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുറേ വേറെ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ അതെടുത്തിട്ട് വീട്ടിൽ വന്നപ്പോൾ കൊണ്ട് ദേണ്ട രണ്ടുപേരും സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങുന്നു. ഇതപ്പോൾ കുറേ മുന്നേ വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് രണ്ടുപേരും. അപ്പോൾ ഇതിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഈ പടമുള്ള ബോർഡ് അവൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അമ്മച്ചി എനിക്ക് സിൻഡ്രല്ലയുടെ പടമുള്ളത് മതിയായിരുന്നു, എനിക്കൊന്ന് ക്ലാസ്സിൽ ഏതെങ്കിലും പിള്ളേർക്ക് കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു സിൻഡ്രല്ലയുടെ പടമുള്ളത് മതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഈ വർഷം ഇങ്ങനെ പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ പുതിയത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉറക്കത്തിന് എഴുന്നേറ്റ് സർപ്രൈസായിട്ട് ഇതൊക്കെ കണ്ടു കേട്ടോ. അപ്പം ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയെങ്കിലും പിന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് താഴെ വെക്കാതെ കൊണ്ട് നടക്കായിരുന്നു. എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, ഭാവി ഇനി ഇതിന് വേണ്ടിയിട്ട് അടിയിടുമെന്ന്. അപ്പോൾ ചെറിയൊരു അടി ഉണ്ടായിരുന്നു. എന്നാലും ചേച്ചി എക്സാമിന് പോകാനാന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി തിരിച്ചങ്ങ് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് കട്ടനൊക്കെ ഇട്ട് കുടിച്ചു. അപ്പം ഏട്ടനുണ്ടായിരുന്നു കേട്ടോ, ഏട്ടൻ ഇന്ന് പോകണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ ബൈ ബൈ.